നാം ഒരു വർഷമായിട്ട് യൂണിറ്റ് തലത്തിലും റീജിയണൽ തലത്തിലും ഭദ്രാസന തലങ്ങളിലും അതുപോലെ തന്നെ സോണുകളിലും ഇപ്പോൾ കേന്ദ്ര ക്യാമ്പിലും ഒക്കെ നാം ചിന്തിച്ച ഒരു തീം, എ ടോട്ടൽ റിഡംഷൻ ഇൻ ക്രൈസ്റ്റ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ എല്ലാം കയ്യിൽ ബൈബിൾ ഉണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ ഉള്ളൊരു ചോദ്യം ചിലർ ചോദിച്ചു, തിരുമേനി നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നേ? സോ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് എന്നല്ലേ തീം വേണ്ടത്? വൈ ഡിഡ് യു സേ എ ടോട്ടൽ റിഡംഷൻ ഇൻ ക്രൈസ്റ്റ്? ആ വാക്യം ഇംഗ്ലീഷിലോ മലയാളത്തിലോ മറ്റ് ഭാഷകളിലോ അതിൻ്റെ നല്ല തർജ്ജമ വായിച്ചു നോക്കുകയാണെങ്കിൽ, വീണ്ടും അടിമനുഖത്തിൽ പെട്ടുപോകാതെ, യു ഷുഡ് നോട്ട് ബി ഇൻ സ്ലേവറി ഓഫ് സൈറ്റൻ, slavery of any temporal perennial authorities. Rather, you be free under the yoke of your Savior Jesus Christ. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അത് റിഡംപ്റ്റീവാണ്, അത് സാൽവിഫിക്കാണ്. അത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവൻ്റെ, പ്രത്യേകിച്ചൊരു പൗരസ്ത്യ ഓർത്തഡോക്സ് വിശ്വാസിയുടെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത്. എൻ്റെ വിവിധ വശങ്ങളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം ഇപ്പം ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങൾ കുറിപ്പടി പുസ്തകമൊക്കെ പിടിച്ച് ഇരിക്കും. അഭിനന്ദനായ സഭാരത്നം ഒസ്താത്യൂസ് തിരുമേനി, അതുപോലെ തന്നെ ഒ തോമസ് അച്ഛൻ, ഒ പി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ സെമിനാരിയിൽ നിന്നുള്ള പ്രൊഫസേഴ്സൊക്കെ വന്ന് ക്ലാസ് എടുക്കും. അപ്പോൾ ഞങ്ങൾ ഈ നോട്ട് പാഡിലൊക്കെ അത് കുറിച്ചെടുക്കും. ഇന്നും അതൊക്കെ വേണം, എനിക്ക് ഇനിയും ക്ലാസ്സുകൾ നാളെയൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ഏത് തീം നിങ്ങൾക്ക് കിട്ടിയാലും അത് നമ്മൾ AI അടിച്ചു നോക്കിയാൽ ഇതെല്ലാം കിട്ടും. ഇത്ര പോയിൻറ്റ്സ് വേണം, ഇത്ര ലെങ്ത്തുള്ള ഒരു ആർട്ടിക്കിൾ വേണം, അത് ഫിലോസോഫിക്കലായിരിക്കണം, ബൈബിൾ വേഴ്സ് വേണം. ഇതൊക്കെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് പറഞ്ഞാൽ സുന്ദരമായിട്ട് എഴുതി തരും. അങ്ങനെ അസൈൻമെൻറ്റ്സ് എഴുതുന്നവരുണ്ട്, തീസിസ് എഴുതുന്നവരുണ്ട്, അല്ലേ? അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പോയിൻറ്റ്സ് ഒന്നും പേപ്പറിൽ കുറിച്ച് വയ്ക്കാനല്ല ഞാൻ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് നമ്മുടെ വ്യക്തിത്വത്തിൽ ഒരു ടോട്ടൽ റിഡംഷൻ ഇൻ ക്രൈസ്റ്റ് ഫീൽ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? ഞാൻ വളരെ സന്തോഷം ഇപ്പോൾ ഉണ്ട്. കാരണം ഞാൻ അല്പം തമാശയായിട്ടൊക്കെ പറഞ്ഞു, ഒപ്പം കാര്യമായിട്ടുമൊക്കെ പറഞ്ഞു, എല്ലാവരും നമസ്കരിക്കാൻ വരണം, ഇല്ലെങ്കിൽ അത്താഴം തരത്ത് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത്താഴം കിട്ടില്ല എന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള നല്ല കുട്ടികളാണ് നിങ്ങൾ എന്ന് തിരുമേനിക്കും ബോധ്യപ്പെട്ടു, എനിക്കും ബോധ്യപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഇത്ര ചിട്ടയോടെയാണ്. കൊയറിൻ്റെ ഒരു സഹായം ഉണ്ട്. അവരോടൊപ്പം മനോഹരമായിട്ട് നമസ്കരിക്കുവാൻ നമുക്ക് സാധിച്ചു. ക്ഷീമ നമസ്കാരം മുഴുവൻ ചൊല്ലിയാൽ അരമണിക്കൂറെങ്കിലും എടുക്കും. മാത്രമല്ല എല്ലാവർക്കും ഒന്നും ക്ഷീമ നമസ്കാരം ചിലപ്പം ചിട്ടയിലും താളത്തിലും ചൊല്ലാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഭവനങ്ങളിൽ നമസ്കരിക്കുന്ന പ്രാർത്ഥന ചൊല്ലാം എന്ന് പറഞ്ഞു. നാളെ അത് നടക്കുകയില്ല. നാളെ ഖെംദയുടെ നമസ്കാരമാണ്, അല്ലേ? ഞായറാഴ്ചയാണ് ഖെംദ. അതൊക്കെ നമുക്കറിയാം, നമസ്കാരം നമുക്കറിയാം. സ്ലീബായും ഖെംദായും ബാമ്പാക്കുടയും സാധാരണ നമസ്കാരമൊക്കെ നമുക്കറിയാം. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിക്കുന്ന സഭയാണ് ജീവനുള്ള സഭ, സ്വാതന്ത്ര്യമുള്ള സഭ.
ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ നമ്മൾ എന്തിൻ്റെങ്കിലൊക്കെ അടിമ നുഖത്തിലാകണം. പ്രാർത്ഥിക്കാൻ ടാക്സ്, ക്രിസ്തുമതം പ്രാക്ടീസ് ചെയ്യാൻ ടാക്സ്, ക്രിസ്ത്യാനിയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടുന്ന ലെവിയുടെ 3 ഇരട്ടി ലെവി കൊടുക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇന്നുമുണ്ട്. ക്രിസ്ത്യാനിയാണെങ്കിൽ നീ പീഡിപ്പിക്കപ്പെടും, വധിക്കപ്പെടും. ഇത് ആദിമ നൂറ്റാണ്ടുകളിൽ ഒട്ടനവധി ഉണ്ടായിരുന്നു. ഇന്നും പലയിടത്തും ഇതൊക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ്. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്, ഭാരതീയ സഭ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ സഭയിലെ വലിയ ഒരു പങ്ക് 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം മുതൽ മറ്റു പല പ്രസ്ഥാനങ്ങളിലേക്കും പോയത് സ്വാർത്ഥ ലാഭത്തിൻ്റെ പേരിലാണ്. അത് പറയുന്നതിന് അത് ഇന്നത്തെ എക്യുമെനിസത്തിനൊന്നും അത് എതിരല്ല. നീ നാട്ടുക്രിസ്ത്യാനിയാണോ, നിൻ്റെ കുരുമുളകിന് വിലയില്ല. നീ കമ്പോളത്തിൽ വന്നാൽ കമ്പോളത്തിൽ നീ സർട്ടിഫൈഡ് അല്ല. അപ്പോൾ നീ സർട്ടിഫൈഡ് ആയിട്ടുള്ള മറ്റൊരു സഭയുടെ ആൾക്ക്, അത് പോർച്ചുഗീസുകാരുടെ കാലത്ത് കത്തോലിക്കര്, ഡച്ചുകാരുടെ കാലത്ത് പ്രൊട്ടസ്റ്റൻസ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നീ ആദ്യം അവർക്ക് കൊടുക്കണം. മാർക്കറ്റിൽ 100 രൂപ വിലയുള്ള സാധനം 10 രൂപയ്ക്ക് പോലും ചിലപ്പോൾ അവരുടെ അടുത്തുനിന്ന് വരില്ല. എന്നിട്ട് അവരത് കൊണ്ടുപോയിട്ട് 100 രൂപയ്ക്ക് വിൽക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അനേകർ പൗരസ്ത്യ സഭയുടെ നമ്മൾ തോമാസ് ലീഗയുടെ മക്കളൊക്കെയാണ്. പക്ഷേ ഇത്രയും നഷ്ടം സഹിച്ചിട്ട് തോമാസ് ലീഗയുടെ മക്കളായിട്ട് നിൽക്കണ്ട എന്ന് തോന്നിയവരുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ അതൊക്കെ മാറ്റപ്പെട്ടു. നമുക്ക് സുന്ദരമായ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരെ, ഇന്നുള്ളവരെ മാത്രമല്ല, ഇന്നുള്ളവരെയൊക്കെ ഓർക്കുന്നതിനേക്കാളൊക്കെ ഒത്തിരി നന്ദിയോടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരും, മതനിരപേക്ഷ സമൂഹം ഉണ്ടാകണം, റിലീജിയസ് സെക്യുലർ സൊസൈറ്റി ആയിട്ട് ഇന്ത്യ നിൽക്കണം, ആർക്കും ഏതു മതത്തിലും വിശ്വസിക്കാം, അത് പ്രോപ്പഗേറ്റ് ചെയ്യാം, അത് പ്രസംഗിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ച ഒരു രാഷ്ട്രമാണ്. നമ്മൾ അന്ന് 2.4 അതിപ്പോൾ കുറഞ്ഞു വരികയാണ്. ഇനി അടുത്ത ഗാനേഷുമാരി അടുത്ത സെൻസസിൽ നമ്മൾ 2% താഴെ ആയിരിക്കും. എന്താ പറയുക, നെയിംഡ് ബാപ്റ്റൈസ്ഡ് ക്രിസ്ത്യൻസ്, കോളത്തിൽ ക്രിസ്ത്യൻസ് എന്ന് എഴുതുന്നവർ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്, നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പേര് സൈലന്റ് ക്രിസ്ത്യൻസ് ഉണ്ട്. അവരുടെ മതസംസ്കാരങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ബഹുമാനിക്കുന്ന, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ തത്വങ്ങളിലൂടെ മുന്നോട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ ബഹുമാനിക്കുന്ന, ബാക്കിയൊക്കെ ഇവിടെ വെറുതെ ഓരോരുത്തരൊക്കെ പറയുന്ന, ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ മത തീവ്രവാദികൾ ചെയ്യുന്നത്. അല്ലാത്തവരൊക്കെ നമ്മളെ കണ്ടാൽ വന്ന് ഗുരു എന്ന് വിളിച്ചിട്ട്, ബാബാജി എന്ന് വിളിച്ചിട്ട് കാല് തൊട്ട് വന്നിക്കും. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ രാജസ്ഥാനിൽ മൗണ്ട് അബുവിലെ ജ്യോതിഷ ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന റബ്ബാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു സന്ധ്യാനമസ്കാരത്തിന് ധൂപം വയ്ക്കാൻ. ആ ആശ്രമം സ്ഥാപിക്കുവാൻ ദൈവം വലിയൊരു അവസരം തന്നു. അവിടെയൊക്കെ പോകുമ്പം അയ്യോ രാജസ്ഥാനാണ്, മതതീവ്രവാദികളാണ്, തിരുമേനിക്ക് വല്ല ഇതുണ്ടോ, റംബാച്ച ഇവിടെ ഇരിപ്പുണ്ട്, റംബാച്ചനെ എന്തിനാ അവിടെ കൊണ്ടിട്ടിരിക്കുന്നേ, ഇതൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിലുള്ള അഡ്വക്കേറ്റ് രോഹിത്തൊക്കെ ഇവിടെയുണ്ട്. അവർക്കൊക്കെ റോബിനൊക്കെ ഇവിടെയുണ്ട്. അവർക്കൊക്കെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഏറ്റവും ബഹുമാനം സഭയുടെ ഗുരുക്കന്മാർക്ക്, വൈദികർക്ക്, നമ്മുടെ ദേവാലയങ്ങൾക്ക് ഒക്കെ ഇന്നും നൽകുന്നുണ്ട്. നമ്മളായിട്ടത് കളയരുതെന്നേ ഉള്ളൂ. ആരാധനാ സ്വാതന്ത്ര്യം അതൊരു ചെറിയ സ്വാതന്ത്ര്യമല്ല.
നമ്മുടെ ചിന്തകൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം, അത് തീർത്തും ചെറുതല്ല. അങ്ങനെ ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഏതൊക്കെ വിധത്തിലാണോ, അതിൻ്റെ താളങ്ങൾ, അതിൻ്റെ അവസ്ഥാന്തരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. ക്രൈസ്റ്റ് ഈസ് അവർ റിഡംഷൻ. ക്രിസ്തുവാണ് സ്വാതന്ത്ര്യം, ക്രിസ്തുവാണ് രക്ഷ, ക്രിസ്തുവാണ് ശക്തി. കഴിഞ്ഞ വർഷം പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പഠിച്ചത്. ദ പവർ ഓഫ് റിസറക്ഷൻ. ക്രിസ്തുവാണ് എൻ്റെ ശക്തി, ക്രിസ്തുവാണ് എന്നെ ഞാനാക്കുന്നത്, ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കില്ല. എന്നോട് ചേർത്ത് ഒരു വാക്കുകൂടെ പറയാനുള്ളത്, ഈ സ്വാതന്ത്ര്യം എനിക്ക് സ്വായത്തമാക്കിയ എൻ്റെ പിതാക്കന്മാരെ ചേർത്ത് നിർത്തുവാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നാം മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ച, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടാകാം, പക്ഷേ നിങ്ങളെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് ഞാനാണ്. നമ്മെ ക്രിസ്തുവിൽ ജനിപ്പിച്ചത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാണ്. അതുകൊണ്ട് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ ഓൺലൈനിലൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാമല്ലോ. നമ്മുടെ തുബ്ദേനിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ എന്നായിരുന്നു. ഇപ്പോൾ നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹയായി. കാവൽ പിതാവ് എന്ന് നമ്മൾക്ക് യുഫോറിക്കലായിട്ട് പറയാം. എന്നാൽ കാവൽ പിതാവ് എന്ന് പറഞ്ഞാൽ എന്താ? കസ്റ്റോഡിയനെ ആകുന്നുള്ളൂ, രക്ഷകർത്താവ് ആകുന്നുള്ളൂ. പിതാവ് എന്ന് പറഞ്ഞാൽ നമ്മെ ജനിപ്പിച്ചവനാണ്. അതുകൊണ്ട് കഴിവതും ആ കാവല് മാറ്റിയിട്ട് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ, അതാണ് കുറച്ചുകൂടി നല്ല വാക്ക്. ഇനിയൊരു സാധിക്കുമെങ്കിൽ അത് തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി ഞാനിതൊന്നും തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വന്നേ, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ്. ചുരുക്കത്തിൽ വാക്ക് എന്തുമായിക്കോട്ടെ, നമ്മുടെ കാവൽ പിതാവ് മാത്രമല്ല, നമ്മുടെ എന്താ പറയുക, സംരക്ഷക പിതാവ് മാത്രത്തിൽ ജനിപ്പിച്ച തോമാസ് പുണ്യപരിശുദ്ധ പിതാക്കന്മാർ, അവരുടെ കൂടെ ചേർന്ന് നിന്ന നമ്മുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവരും. സമയം പോകുന്നറിയാം, എന്നാലും ഞാൻ പെട്ടെന്നൊരു കാര്യം പറയുകയാണ്. ഈ വരുന്ന ശനിയാഴ്ച കുന്നംകുളത്ത് വെച്ച് ഒരു DNA സെമിനാർ നടത്തുകയാണ്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റുകളും ഹൈദരാബാദിൽ നിന്നുള്ള ഒരു കൂട്ടം റിസർച്ചേഴ്സും വന്നിട്ട് മിനി കരിയപ്പ, അതുപോലെ തന്നെയുള്ള വലിയ കഥാപാത്രങ്ങൾ, ബെൻഹർ, ഇവരൊക്കെ വന്നിട്ട് ഒരു സെമിനാർ നടത്തുകയാണ്. നമ്മുടെ DNA, ഈ പറയുന്ന സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ DNA എന്താണ്, എവിടെ നിന്നാണ്? ഒരു DNA ടെസ്റ്റിന് 25,000 രൂപ കൊടുക്കണം. പക്ഷേ അത് 100 പേർക്ക് അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വെറുതെ ചെയ്തു തരാമെന്ന് പറഞ്ഞിരിക്കുക. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് കുറേയൊക്കെ ശാസ്ത്രീയമായിട്ട് അറിയാം നമ്മുടെ വരവ് എവിടെ നിന്നാണ്. അവിടെ തീർച്ചയായിട്ടും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ലീനിയേജ്, ഒരു ആൻസിസ്ട്രി ഒക്കെ നമുക്ക് കാണാനൊക്കും. അത് DNA ഇനി എന്തുമാകട്ടെ, നമ്മെ വിശ്വാസത്തിൽ ജനിപ്പിച്ച നമ്മുടെ മാർത്തോമാ ശ്ലീഹ, അതിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം അതാരുടെയും അടിമനുഖത്തിൻ കീഴിൽ വയ്ക്കാനുള്ളതല്ല. ചിലരൊക്കെ പറഞ്ഞിട്ടില്ല, ചിലർ പറഞ്ഞേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർദിനാൾ എന്ന് പറഞ്ഞാൽ രാജകുമാരൻ എന്ന വാക്കിൻ്റെ അർത്ഥം, രാജകുമാരൻ. അപ്പോൾ രാജാവ് എങ്ങാണ്ടിരിപ്പുണ്ട്, ഏതോ വിദേശ രാജ്യത്തിരിപ്പുണ്ട്. അത് റോമിലായാലും
അന്ത്യോക്യയിലായാലും ബാബിലോണിലായാലും ഇനി മറ്റു വല്ല പരദേശത്തായാലും അവിടെ നിന്ന് വരുന്ന യാതൊരു മെത്രാൻ്റെയും കൽപ്പനകൾ അനുസരിക്കാതെ നാം മാർത്തോമാ ശ്ലീഹായുടെ മക്കളായി ജീവിക്കും എന്ന് പ്രഖ്യാപിച്ചൊരു സമൂഹമാണ് നമ്മുടേത്. നമ്മുടെ എല്ലാ പടിയോലകളും നൽകുന്ന ആശയം അതാണ്. ആർത്താറ്റ് പടിയോല എന്ന് പറയുന്ന 1806 220 വർഷം മുമ്പ്, അന്ന് നമ്മൾ ബ്രിട്ടീഷുകാരുടെ കീഴിൽ പോലും ആയിട്ടില്ല, അതിനു മുൻപുള്ള കാലത്ത്, ഡച്ചുകാരുടെയൊക്കെ കാലത്ത് നമ്മുടെ പിതാക്കന്മാർ ധൈര്യത്തോടെ എഴുതി വെച്ച്, ഞങ്ങൾ മാർത്തോമാ ശ്ലീഹായുടെ മക്കളാണ്, ഞങ്ങളുടെ ലീനിയേജ്, ഞങ്ങൾ തോമാസ് ശ്ലീഹായുടെ മക്കളായി ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വേറെ ഒരുത്തൻ്റെയും അടിമനുഖത്തിന് കീഴിൽ നമ്മൾ പോവുകയില്ല. സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി അല്ലേ മറ്റൊരു അധികാരിയുടെ കീഴിലാണ് ഞാനെന്ന് പറഞ്ഞിട്ട് സ്യൂഡോ അതോറിറ്റി കാണിക്കാൻ വലിയ എളുപ്പമാണ്. അപ്പോൾ ഒരു നിയമവും വേണ്ട, ഒരു ഭരണഘടനയും വേണ്ട, ഒരു സംവിധാനവും വേണ്ട. ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആടയാഭരണങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ആടയാഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ കുപ്പായത്തിൻ്റെ കാര്യം മാത്രമല്ല. അപ്പോൾ ചിലർ പറയും, ഈ കുപ്പായം ഞങ്ങളുടെ ഇതൊക്കെ പൗരസ്ത്യ സഭയുടെ കുപ്പായമാണ്, അല്ലാതെ ആരുടെയും വീട്ടിൽ നിന്ന് തയ്പ്പിച്ചു കൊണ്ടുവന്നതല്ല. പൗരസ്ത്യ സഭയുടെ കുപ്പായമാണ്. അത് മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിതമായ എല്ലാ പൗരസ്ത്യ സഭകൾക്കും ഈ കുപ്പായം തന്നെയാണ്. അതിട്ടുകൊണ്ട് വന്നവരത്തന്നെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് പുള്ളിക്കാരൻ അവിടുന്ന് തയ്പ്പിച്ചതാണ്. ഞാൻ വിഷയം മാറിപ്പോകല്ലേ, ഇപ്പം നല്ല കുപ്പായം ഇവിടുന്ന് തയ്പ്പിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണേ. അത് പോകട്ടെ, ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ആ വിധത്തിലല്ല നമ്മുടെ സ്വത്വബോധത്തിൽ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ആരോടും വഴക്കുണ്ടാക്കാൻ പോകുന്നവരല്ല, നമുക്കൊരു വഴക്കും വേണ്ട. ഇപ്പോഴും മലങ്കര സഭയ്ക്ക് നീതി നിഷേധിച്ചതിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങൾ ഒട്ടനവധിയുണ്ട്. കയ്യൂക്ക് കാണിച്ചും നമ്മൾ മറ്റ് അക്രമരാഹിത്യത്തിന് പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മളെ ആക്രമിച്ചു. അത് കഴിഞ്ഞ് ഒരു മര്യാദയില്ലാതെ കള്ളം പറഞ്ഞു. ചിലരുണ്ട്, ഇപ്പം ഞാൻ കണ്ണ് തുറന്ന വർത്താനം പറയുന്നത്, എൻ്റെ കണ്ണ് ഉണ്ട കണ്ണാണെന്നാണ് പറയുന്നത്. ചിലരുണ്ട് കണ്ണടച്ച് വർത്താനം പറയത്തുള്ളൂ. കണ്ണടച്ചും കരഞ്ഞു കാട്ടിയും സംസാരിക്കുന്നത് പേള് പറഞ്ഞ് പൂങ്കണ്ണീരൊലിപ്പിക്കും. അതൊക്കെ ചില ട്രിക്കുകളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ തീം ഒരു വർഷം മുമ്പ് എടുത്തപ്പോൾ അതിൻ്റെ ശക്തമായ ലക്ഷ്യം ഇതാണ്: നമുക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യമുണ്ട്. ആരോടും വഴക്കിനോ പിണക്കത്തിനോ നമ്മൾ പോകുന്നില്ല. എന്നിട്ടും നമ്മളെ പിടിച്ചടക്കുന്നവരും നമ്മളെ കൊള്ളരുതാത്തവരാക്കിയുമൊക്കെ ചിത്രീകരിക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. ഒരു ദൈവനീതിയുണ്ട്. ആ കാലഘട്ടം മാറി പ്രതീക്ഷയുടെ പുതിയ കതിരുകൾ ഉയരുകയാണ്. ഞാൻ ഒന്നുകൂടെ തുറന്നു പറയട്ടെ, എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തു ദർശനം അറിയുന്ന, വേദപുസ്തകം നന്നായി വായിച്ചു പഠിച്ചിട്ടുള്ള, നല്ല കൺവെൻഷൻ പ്രസംഗത്തിന് 1-2 മണിക്കൂർ സുന്ദരമായിട്ട് നിന്ന് പ്രസംഗിക്കാൻ മാത്രമല്ല അത് പ്രവൃത്തിപഥത്തിലെത്തിക്കുന്ന നല്ല നേതാക്കന്മാർ, അഭിമാനത്തോടെ ഞാൻ പറയാം, അങ്ങനത്തെ ഒരു നേതാവായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അങ്ങനത്തെ ഒരു നേതാവാണ് തിങ്കളാഴ്ച ദൈവം സഹായിച്ചാൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. റോബിൻ്റെ പാർട്ടിക്ക് എതിരൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെ ചുവപ്പും വെളുപ്പമൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ ലോകത്തിൻ്റെ ഒരു അതോറിറ്റിയിലും നമുക്ക് ആത്യന്തികമായിട്ടൊന്നും ഒരു ഇതും വേണ്ട. പക്ഷേ ഒരു ധാർമ്മികത, നീതിബോധമുള്ള സർക്കാരുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം സഭയിൽ, സമൂഹത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് വഴക്കില്ല, നമുക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളിലേക്കും പോകണ്ട. യേശു ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ
നമുക്ക് വിശ്വസിക്കാം. അവൻ നമ്മെ നയിക്കും എന്നുള്ള ആ ഒറ്റ ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയാകണമെന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കാരണം നിങ്ങൾക്കിനിയും ഭക്ഷണത്തിൻ്റെയും പിന്നെ കലാമേളയുടെയൊക്കെ സമയമായി. ഒപ്പം തന്നെ ഞാനൊരു ജാമ്യം കൂടെ എടുക്കുകയാണ്. നാളെ രാവിലെ 7 മണിക്ക് തമിഴ്നാട്ടിൽ കുലശേഖരം പറയുന്ന സ്ഥലത്ത് ഇവിടെ നിന്ന് 6 മണിക്കൂർ യാത്രയുണ്ട്. അവിടെ പോയി ഒരു പള്ളി പുനരുദ്ധരിച്ചതിൻ്റെ കൂദാശ ചെയ്ത് കൊടുത്തിട്ട് തിരിച്ച് ഇവിടെ എത്തേണ്ടത് ഉണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഇവിടെ ഉണ്ടാവുകയില്ല. ഇപ്പോൾ യാത്ര തുടങ്ങുകയാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ വന്യ വൈദികരിവിടെയുണ്ട്. തിരുമേനിയുടെ പൂർണ്ണസമയ സാന്നിധ്യം ഇവിടെയുണ്ട്. മാത്രമല്ല ഞാൻ ഈ യാത്രയിലുടനീളം ഓൺലൈനിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നുണ്ട്. ഞാൻ നോട്ട് ചെയ്യുകയും വന്നു കഴിഞ്ഞ് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്നവനോട് ഞാൻ ചോദിക്കുകയും ചെയ്യും എന്നും കൂടെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം ഹിതമായി നാളെ ഉച്ചയ്ക്ക് വീണ്ടും കാണാം. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. തിരുമേനിയുടെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നതിനായി ചെന്നൈ ഭദ്രാസനത്തിന് യുവജന പ്രസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ലാലു സ്കറിയ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ചെന്നൈയിൽ നിന്നും എത്തിയതാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. Thank you, host, for giving me this opportunity to thank Julius Tirmeni for this session. I thank you, Tirmeni, for giving us the motivation to go about for the next 2 days. You have touched all parts like history, science, and some technical terms, so we could relate with it, so that we stay motivated throughout the session. I would like to thank Tirmeni for leading the youth. We feel that we feel you are very relevant to the youth, and on behalf of everyone present here, I'd like to convey our heartfelt thanks to Tirmeni and for the travel he has to undergo today and tomorrow. Thank you, Tirmeni. Yeah, my name is Lalu Skaria. I belong to the Chennai diocese. I was selected as diocese secretary of the Madras, that is Chennai, Andamans and Coimbatore, under Philoxenos Tirmeni and Vice President Jitin Joy Matthew. Father. താങ്ക് യു ലാലു ഫോർ ദാറ്റ് വണ്ടർഫുൾ വേർഡ്സ്. നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്ന ഭക്ഷണത്തിനുള്ള സമയമാണ്. ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കുമുള്ള ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വന്യവൈദിക ശ്രേഷ്ഠർക്കും അതോടൊപ്പം നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ളവർക്കും ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് വന്നവർക്കും എല്ലാവർക്കുമുള്ള ഭക്ഷണമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ളവർ നമ്മൾക്കാൾ വലിയവരാണ് എന്നൊരു ബോധ്യത്തിൽ അടുക്കും ചിട്ടയോടും വളരെ ഭംഗിയായിട്ടും അവിടേക്ക് പോകുവാനായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ക്യാമ്പിൻ്റെ ഫുൾ ടൈം ഡെലിഗേറ്റ്സ് ആയിട്ട് വന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ രജിസ്ട്രേഷനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഫുഡ് കൂപ്പൺ തന്നിട്ടുണ്ട്. ആ കൂപ്പൺ കയ്യിലെടുത്തിട്ട് വേണം ഭക്ഷണത്തിനായിട്ട് പോകാൻ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ട് എങ്കിലും ഡെലിഗേറ്റ്സ് ആയിട്ടുള്ളവർക്കായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ളത്. അതുകൊണ്ട് ഈ ക്യാമ്പിൻ്റെ ഫുൾ ടൈം ഡെലിഗേറ്റ്സ് ആയിട്ട് പാർട്ടിസിപ്പൻസ് ആയിട്ട് വന്നിട്ടുള്ളവർ നിങ്ങൾ ആ ഫുഡ് കൂപ്പൺ കയ്യിലെടുക്കുക. ഇപ്പോൾ എല്ലാവർക്കും സാവകാശം എഴുന്നേൽക്കാം. വരിയായിട്ട് ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഫുഡ് കൗണ്ടറിലേക്ക് പോകാം. ഇവിടെ വോളണ്ടിയേഴ്സ് നിങ്ങളെ അത് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. കൃത്യം 8:30 തന്നെ നമ്മുടെ കലാസന്ധ്യ ആരംഭിക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് 8:15 തന്നെ തിരിച്ചെത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ സമയബന്ധിതമായിട്ടാണ് നമ്മുടെ ക്രമീകരണങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ആയതുകൊണ്ട് കൃത്യം 8:30 തന്നെ കലാസന്ധ്യ ആരംഭിക്കും. അതിന് മുമ്പായിട്ട് തിരിച്ചെത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ക്യാമ്പിൻ്റെ സെക്ഷനുകളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട പ്രതിനിധികൾ ദയവായിട്ട് ക്യാമ്പിൻ്റെ സെക്ഷനുകളിൽ കൃത്യമായി നമ്മുടെ ഈ ഹാളിൽ തന്നെ ഇരിക്കത്തക്ക രീതിയിൽ ക്രമീകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ആദിയോടന്തം അച്ചടക്കത്തോടുകൂടി ഈ ഒരു ക്യാമ്പിൻ്റെ ഭാഗമാകുവാൻ എല്ലാ പ്രിയപ്പെട്ടവരും ശ്രമിക്കണം. പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ കൃത്യം 8:30 തന്നെ നമ്മുടെ കലാസന്ധ്യ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ആയതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും എത്തണം. ഗസൽ
ഗാനസന്ധ്യയാണ് നമുക്ക് ഇന്നിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഏറെ പ്രഗത്ഭനായ പ്രശസ്തനായ ശ്രീ അലോഷി ആദംസും ടീമും നയിക്കുന്ന മനോഹരമായ ഒരു ഗാനസന്ധ്യയ്ക്കാണ് നമ്മളിനിയും സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് അങ്കണത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദികർ ഒരു വാക്ക് ആശംസ അറിയിച്ചുകൊണ്ട് സംസാരിക്കും. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് ഈ യുവാക്കൾ. ഇവരാണ് തീർച്ചയായിട്ടും പരിശുദ്ധ സഭയുടെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന അനുഗ്രഹീതരായിട്ടുള്ള ആളുകൾ. ഇവരുടെ സാന്നിധ്യം തീർച്ചയായിട്ടും സഭ ഏറ്റവും അനുഗ്രഹത്തോടും സന്തോഷത്തോടും ഉറ്റുനോക്കിയാണ്. ഈ വാർഷിക ക്യാമ്പ് ഒരു ഉത്സവ പ്രതീതി ജനിപ്പിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് യുവാക്കളുടെ ആ ആന്തരിക ഉൾത്തുടിപ്പൊക്കെ പ്രകടമാകുന്ന ഒരു ആംബിയൻസ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇതിൻ്റെ അനുഗ്രഹീതമായ അമരക്കാരനായി പ്രവർത്തിക്കുന്ന അഭിനന്ദ ഡോക്ടർ ഗിയോറീസ് മാർ യൂലിയോസ് തിരുമേനിക്കും ആതിഥ്യമരുളുന്ന ഡോക്ടർ അബ്രഹാം മാർ സെറഫിം തിരുമേനിക്കും ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള എൻ്റെ സ്നേഹിതർ, പ്രത്യേകിച്ച് വൈദിക കുടുംബത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് വൈസ് പ്രസിഡൻറ്റും ജോയിൻറ്റ് സെക്രട്ടറിയുമായി ജനറൽ സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിക്കുന്ന എലിയാസിനുമൊക്കെ അവരോടെല്ലാം എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഡെലിഗേറ്റ്സായിട്ട് സഭയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സന്നിഹിതരായിരിക്കുന്ന എല്ലാ യുവജന പ്രസ്ഥാനത്തിൻ്റെ അനിക്ഷേദ്യരായ പ്രവർത്തകർക്കും അതിൻ്റെ സംഘാടകർക്കും എല്ലാം ആശംസകളും പ്രാർത്ഥനകളും ഈ വാർഷിക കോൺഫറൻസ് നേരുന്നു. എന്നോടൊപ്പം ഈ അഖില മലങ്കര വൈദിക സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ മാത്യു വർഗീസ് അച്ഛനുമുണ്ട്. വൈദിക കുടുംബത്തിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ മാത്യൂസ് മാത്യോസ് തിരുമേനിയുടെ പേരിലും എല്ലാ വൈദിക കുടുംബ അംഗങ്ങളുടെ പേരിലും പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും അനുഗ്രഹങ്ങളും ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഈ ആനുവൽ കോൺഫറൻസിന് നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Let us have a great time over here. May God bless you and a great time. Thank you. God bless. ബഹുമാനപ്പെട്ട നെനാൻ വി ജോർജ് അച്ഛന് അഖില മലങ്കര ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ സ്നേഹ ആദരവുകളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ക്യാമ്പിൻ്റെ ഭാഗമാകുവാൻ വളരെ തിരക്കുള്ള സമയമാണെങ്കിൽ പോലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വന്ന അച്ഛന് വളരെ സ്നേഹം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കട്ടെ.